ദളപതി വിജയിയെ ഒരു കാലത്ത് ഇൻഡസ്ട്രി തന്നെ റിജക്റ്റ് ചെയ്തിരുന്നു. ആക്ടിങ്, ഡാൻസിങ് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഡയറക്ടർ ആയതുകൊണ്ടാണ് മകന് ചാൻസ് എന്ന് പറഞ്ഞ് സിനിമ ഇൻഡസ്ട്രി വരെ റിജക്റ്റ് ചെയ്തിരുന്നു. എന്തിനേറെ ഒന്നിലധികം സിനിമകൾ ഫ്ലോപ്പ്, തിയേറ്റർ വരെ കാലിയായിരുന്നു. വളരെ ബ്രൂട്ടലായ റിവ്യൂസ് ആയിരുന്നു. ഈ ഒരു അവസ്ഥ നമുക്കാണ് വന്നതെങ്കിൽ നമ്മൾ എന്നെ ഇട്ടെറിഞ്ഞു പോയേനെ. പക്ഷേ വിജയ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എനിക്ക് മറുപടി പറയേണ്ടത് വാക്കുകളിലല്ല, എൻ്റെ വർക്കിലൂടെയാണ്. അങ്ങനെ ആക്ടിങ്, ഡാൻസിങ് എല്ലാം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ശാന്തമായ ഫിറ്റ്നസ് കീപ്പ് ചെയ്തു. എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ അവസരം കിട്ടി എന്നല്ലാതെ എന്നെ റിജക്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. തുടർന്ന് ഗില്ലി, പോക്കിരി, തുപ്പാക്കി പോലത്തെ മാസ്റ്റർ പീസ് ഐറ്റങ്ങൾ വന്നു തുടങ്ങി. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ടുണ്ടായ വിജയമല്ല, വർഷങ്ങളോളം കഷ്ടപ്പെട്ട സൈലന്റ് വർക്കാണ്. ഇന്ന് പൊളിറ്റിക്സ് പോലും ഷെയ്ക്ക് ചെയ്യുന്ന ഫാൻ ബേസ്, സാലറി റെക്കോർഡ്, ഇൻട്രോ സീൻ വന്നാൽ തിയേറ്റർ വരെ കുലുങ്ങും. അന്ന് വിജയ് ഈ ഫീൽഡ് വിട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ദളപതി വിജയ് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ജെന്യുവനായി തീരുമാനിച്ച ഒരു കാര്യത്തിൻ്റെ മേൽ വർഷങ്ങളോളം വേണ്ടി വന്നാലും കഷ്ടപ്പെടുക, അത് നേടിയെടുക്കുക.